ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സിനിമ എക്സ്പ്ലെയിനർ. ഇന്ന് നമ്മൾ 2023 പുറത്തിറങ്ങിയ റാണി ദ റിയൽ സ്റ്റോറി എന്ന ക്രൈം ത്രില്ലർ സിനിമയെ കുറിച്ചിട്ടാണ് നോക്കാൻ പോകുന്നത്. സിനിമയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് അമർത്തിയാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്കരിയിലേക്ക് ഉടനെ തന്നെ എത്തുന്നതായിരിക്കും. സോ നമുക്ക് ഒട്ടും സമയം കളയാതെ തന്നെ സിനിമയിലേക്ക് കടക്കാം. സിനിമയുടെ സ്റ്റാർട്ടിംഗ് സീനിൽ വളരെ നാളുകൾക്ക് ശേഷം നാട്ടിലൊരു ഉത്സവം നടക്കുകയാണ്. ആ ഉത്സവത്തിന് ധർമ്മരാജ് എന്ന MLA വരാൻ പോകുന്നതായും അദ്ദേഹത്തെ ആദരിക്കുന്ന രീതിയിൽ ആ സ്ഥലത്ത് വെച്ച് അദ്ദേഹത്തിന്റെ ബയോഗ്രഫി പുസ്തകം പ്രകാശനം ചെയ്യുന്നു. ഈ ബയോഗ്രഫി പുസ്തകം എഴുതിയത് ആരാണെന്ന് വെച്ചാൽ MLA ധർമ്മരാജിന്റെ ചേച്ചിയാണ്. യഥാർത്ഥത്തിൽ MLA ധർമ്മരാജ് ഈ രാഷ്ട്രീയത്തിൽ കൊടികുത്തി വാഴാൻ കാരണമായത് അദ്ദേഹത്തിന്റെ സിസ്റ്റർ ഷീലയാണ്. ഈ ഫംഗ്ഷനിൽ MLA ധർമ്മരാജിനെ ആദരിക്കുന്ന രീതിയിൽ 4 വാക്കുകൾ സംസാരിച്ചിട്ട് ഇദ്ദേഹത്തെ സ്റ്റേജിലേക്ക് വിളിക്കാണ്. ഇദ്ദേഹത്തിൽ നിന്നൊരു സ്പെഷ്യൽ സ്പീച്ചും അവർ പ്രതീക്ഷിക്കുന്നു. ഇയാളും സ്റ്റേജിൽ കയറി സ്പെഷ്യൽ സ്പീച്ചൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. തന്റെ രാഷ്ട്രീയ ജീവിതത്തിന് കാരണമായത് ചേച്ചിയാണെന്നൊക്കെ വളരെ അഭിമാനത്തോടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ കട്ട് ചെയ്താൽ ആ കൂട്ടത്തിലുള്ള ചിലരുടെ പോക്ക് അത്ര ശരിയല്ല. ഈ MLA ധർമ്മരാജിന് സ്കെച്ച് ഇടുകയാണോ എന്ന് നമുക്ക് തോന്നും. അവിടെ വീണ്ടും കട്ട് ചെയ്താൽ ഈ MLA ധർമ്മരാജിന്റെ അളിയനെയാണ് കാണിക്കുന്നത്. അവന്റെ പേര് വിനയൻ. റോഡിൽ ഒരു വണ്ടി പോലുമില്ല. രാത്രി സമയം ഇവ മാത്രം കാറിൽ വളരെ വേഗത്തിൽ പൊക്കൊണ്ടിരിക്കുകയാണ്. ഭയങ്കര ദേഷ്യത്തിലാണ്, അതും ഈ MLA ധർമ്മരാജനോട്. ചേച്ചിയുടെ ഭർത്താവാണല്ലോ എന്ന് കരുതി ഇത്രയും നാൾ ഞാൻ സഹിച്ചു, ഇതിനു മുകളിൽ എനിക്ക് ക്ഷമിക്കാൻ കഴിയില്ല, അവനെ തീർത്തേക്ക് എന്നൊക്കെ ആരോടോ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ MLA ധർമ്മരാജ് ഇവനെ ഭയങ്കരമായി അപമാനിച്ചിട്ടുണ്ട് എന്നതിന്റെ വിഷ്വൽസ് ഒക്കെ നമ്മളെ കാണിച്ചു തരുന്നുണ്ട്. കുറച്ചു സമയത്തിനുള്ളിൽ തന്നെ നിയന്ത്രണം വിട്ട് കാർ അവിടെയുള്ള ഡിവൈഡറിലിടിച്ച് കാർ അത്രയും വലിയ പാലത്തിൽ നിന്ന് താഴേക്ക് വീണ് തകർന്ന് തരിപ്പണാവുന്നു. ഉടനെ തന്നെ ഇവനെ എടുത്തുകൊണ്ട് പോയി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുകയാണ്. ഇവൻ മരിച്ചിട്ടില്ല, പക്ഷെ അൺകോൺഷ്യസ് ആയ അവസ്ഥയിൽ ഹോസ്പിറ്റലിൽ കിടക്കുകയാണ്. പോലീസുകാർ ഉന്നത ഉദ്യോഗസ്ഥന് ഫോൺ വിളിച്ചൊരു ട്വിസ്റ്റ് പറയാണ്. MLAയുടെ അളിയന് ആക്സിഡന്റ് ആയി എന്ന് പറഞ്ഞ് MLAയുടെ വീട്ടിലേക്ക് ഫോൺ വിളിച്ചാൽ MLA തന്നെ ആരോ കൊലപ്പെടുത്തി എന്നൊരു വിവരം ലഭിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഉന്നത ഉദ്യോഗസ്ഥൻ തന്നെ ഞെട്ടിപ്പോവാണ്. MLA ധർമ്മരാജ് എല്ലാവർക്കും അറിയാവുന്ന ഒരു മുഖമാണ്. അതുകൊണ്ട് ഇതൊരു സെൻസേഷണൽ ന്യൂസ് ആയി മാറുകയാണ്. ഉടനെ തന്നെ ക്രൈം സീൻ മാർക്ക് ചെയ്യപ്പെട്ട് പോലീസുകാർ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യാൻ പോവാണ്. അവിടെ ചെന്ന് നോക്കുമ്പോൾ ക്രൈം സീനിൽ ഉണ്ടായിരുന്നത് വീട്ടുജോലിക്കാരി മാത്രമാണ്. വേറെ വലിയ തെളിവുകളൊന്നും ലഭിച്ചില്ല. വേലക്കാരിയാണ് കൊന്നതെന്ന് പറഞ്ഞ് ഉടനെ തന്നെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് വേലക്കാരിയെ അറസ്റ്റ് ചെയ്യുന്നു. പോലീസുകാർ ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്യാണ്. ഈ വേലക്കാരി ആയിരിക്കും MLA ധർമ്മരാജിനെ കൊന്നതെന്ന് പോലീസുകാർ സംശയിക്കുക മാത്രമാണ് ചെയ്യുന്നത്. അത് ഇതുവരെ ഉറപ്പായിട്ടില്ല. പക്ഷെ ഈ വേലക്കാരിയെ ഭീഷണിപ്പെടുത്തി ചോദ്യം ചെയ്താൽ അവൾ സത്യം സമ്മതിക്കും എന്നിവർ ഡിസ്കസ് ചെയ്യാണ്. എന്നാൽ സീൻ ഓഫ് ക്രൈം എന്നൊന്നുണ്ട്. ഈ MLA മരിക്കുന്നതിന് മുമ്പ് അയാൾ ആരെയൊക്കെ മീറ്റ് ചെയ്തിട്ടുണ്ട്, എന്തൊക്കെ ഇൻസിഡന്റ് ആണ് നടന്നത് എന്ന് അന്വേഷിക്കാൻ ഓർഡർ ചെയ്യുന്നു. MLA ധർമ്മരാജ് കുറച്ച് ക്ഷേമ പദ്ധതികൾ ചെയ്യാം എന്ന് പ്ലാൻ ചെയ്തിരുന്നു. അത് പ്ലാൻ ചെയ്ത സ്ഥലത്ത് വെച്ച് നടക്കാതെ അവരുടെ വീട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിനുള്ള കാരണം എന്താണ് എന്ന ചോദ്യം പോലീസുകാർ മുന്നോട്ട് വെക്കുന്നു. മരിക്കുന്നതിന് മുൻപ് കുറച്ച് പേരെ മീറ്റ് ചെയ്തിട്ടുണ്ട്, ഇവരെയൊക്കെ ചോദ്യം ചെയ്യാമെന്ന് പറഞ്ഞ് പ്ലാൻ ചെയ്യാണ്. അവിടെ കട്ട് ചെയ്താൽ ഭാഷി എന്നൊരു പ്രായമുള്ള ആളെ കാണിക്കുകയാണ്. ഇയാൾ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടായിരുന്ന ആളാണ്. വളരെ മിടുക്കനായ ഒരു പോലീസ് ഓഫീസർ ആയിരുന്നു. ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം ഇദ്ദേഹം ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് രാജിവെച്ചതാണ്. ഇദ്ദേഹത്തെ മീറ്റ് ചെയ്യാൻ ഒരു പോലീസ് ഓഫീസർ വന്നിട്ടുണ്ട്. ന്യൂസ് കണ്ടായിരുന്നോ സാർ? MLA ധർമ്മരാജ് കൊല്ലപ്പെട്ടിരിക്കുകയാണ്. ഈ കേസ് ഒരു സെൻസേഷണൽ ന്യൂസായി മാറിയിട്ടുണ്ട്. അതുകൊണ്ട് പോലീസുകാർക്ക് വേഗത്തിൽ ഈ കേസ് ക്ലോസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. SP നാസർ സർ, നിങ്ങൾ ഈ അന്വേഷണത്തിൽ കൂടെ ഉണ്ടാവുന്നത് നന്നായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഞങ്ങളോടൊപ്പം ജോയിൻ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ ഇദ്ദേഹം ഓക്കെ പറയാണ്. ജീപ്പിലിരിക്കുന്ന പോലീസുകാർ, ഇത്രയധികം പോലീസുകാർ ഉണ്ടായിട്ടും നിങ്ങൾ എന്തിനാണ് സാർ ഇയാളെ ചൂസ് ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോൾ അയാൾ ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടായിരുന്നപ്പോൾ ഒരുപാട് കേസുകൾ വളരെ അനായാസം സോൾവ് ചെയ്തിട്ടുണ്ട്. കാണാൻ ഇങ്ങനെയൊക്കെ ആണെങ്കിലും വളരെ മിടുക്കനായ ഒരു പോലീസ് ഓഫീസറാണെന്ന് പറയുന്നു. അങ്ങനെ ഈ MLA ധർമ്മരാജിന്റെ ഹിസ്റ്ററി എന്താണെന്ന് നമ്മളെ കാണിക്കുകയാണ്. MLA ധർമ്മരാജിന്റെ ഒറിജിനൽ പേര് സെൽവം എന്നാണ്. ഇയാൾ ചെറുപ്പമായിരിക്കുമ്പോൾ ഈ കരിങ്കൽ കോറയിലാണ് ജോലി ചെയ്തിരുന്നത്. അവിടെയാണ് ജീവിച്ചിരുന്നതും. പലതരത്തിലുള്ള സമരങ്ങളിലൊക്കെ പങ്കെടുക്കുന്ന ഒരു സാധാരണ പയ്യനായിരുന്നു അവൻ. അവിടെ വെച്ചാണ് ഇയാൾക്ക് പുതുതായ ഒരു കുടുംബം ഉണ്ടാവുന്നത്. ഒരാൾ ഒരു ചെറിയ പെൺകുട്ടിയെയും ഒരു അമ്മയെയും കൂട്ടിക്കൊണ്ടുവന്നിട്ട് ഇനി മുതൽ ഇവളാണ് നിന്റെ ചേച്ചി, ഇവരാണ് നിന്റെ അമ്മ, ഞങ്ങളാണ് നിന്റെ കുടുംബം എന്ന് പറഞ്ഞ് ഒരു കുടുംബമായി ജീവിക്കാൻ തുടങ്ങുന്നു. സെൽവത്തിന്റെ ചേച്ചിയുടെ പേരാണ് ഷീല. അവർക്ക് വിദ്യാഭ്യാസമുണ്ട്. അതുകൊണ്ട് ഷീലയിലൂടെ സെൽവം ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ തുടങ്ങുന്നു. ഷീല ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കാൻ തുടങ്ങുന്നു. കുറേശ്ശെയായി ഇവൻ വളരാൻ തുടങ്ങുകയാണ്. ഇവന് രാഷ്ട്രീയത്തോട് താല്പര്യം വരാൻ തുടങ്ങുകയാണ്. ഷീല എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു ഘട്ടത്തിന് ശേഷം ഇവനൊരു രാഷ്ട്രീയക്കാരനായി മാറുകയാണ്. അതിനുശേഷമാണ് MLA ധർമ്മരാജായി ഇപ്പോൾ ഈ അവതാരം എടുത്ത് മരിച്ചു പോയിരിക്കുന്നത്. ഇപ്പോൾ ഷീല എന്നു പേരുള്ള ധർമ്മരാജിന്റെ ചേച്ചിയെ ഇൻട്രോഗേഷൻ റൂമിലേക്ക് വിളിച്ച് അന്വേഷണം തുടങ്ങുന്നു. ഷീല എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ, എൻ്റെ അനിയൻ മരിച്ചത് എനിക്കൊരു തീരാ ദുഃഖം തന്നെയാണ്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. എന്നാൽ റാണി എന്നു പേരുള്ളൊരു പാവം പെൺകുട്ടിയെ കില്ലറാണെന്ന് പറഞ്ഞ് നിങ്ങൾ അറസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അവളൊരു പാവപ്പെട്ട പെൺകുട്ടി ആയതുകൊണ്ട് ചോദിക്കാൻ ആളില്ല എന്ന് കരുതി നിങ്ങൾ അവളെ ഫ്രെയിം ചെയ്യാമെന്ന് വിചാരിക്കരുത്. അവൾ വളരെ പാവമാണ്. ഞങ്ങളുടെ വീട്ടിൽ അവൾ വേലക്കാരിയായി മാത്രമല്ല, വീട്ടിൽ ഒരാളായി തന്നെയാണ് നിന്നിട്ടുള്ളത്. എൻ്റെ അനിയൻ്റെ ബയോഗ്രഫി എഴുതാൻ പോലും
അവളാണ് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്. ഞങ്ങൾ രണ്ടുപേരും ചേർന്നാണ് ഡിസ്കഷനൊക്കെ ചെയ്ത് ആ ബയോഗ്രഫി ബുക്ക് തന്നെ എഴുതിയത് എന്നൊക്കെ പറയാണ്. അതുമാത്രമല്ല, റാണി ഈ MLA ധർമ്മരാജന്റെ വീട്ടിൽ മാത്രമല്ല ജോലി ചെയ്തിരുന്നത്, വേറെ 2 വീടുകളിൽ കൂടി ജോലി ചെയ്തിരുന്നു. MLA ധർമ്മരാജ് കൊല്ലപ്പെട്ട ആ രാത്രി ഇവരുടെ വീട്ടിൽ ഒരു ചെറിയ പെൺകുട്ടി കൂടെ ഉണ്ടായിരുന്നു. ആ പെൺകുട്ടി ആരാണെന്ന് ചോദിച്ചാൽ, റാണി വേറെ 2 വീടുകളിൽ ജോലിക്ക് പോകുന്നുണ്ട് എന്ന് പറഞ്ഞില്ലേ, അതിൽ ഒരു വീട്ടിലെ കുട്ടിയാണത്. ഷീലയുടെ സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് വെച്ചാൽ, ധർമ്മരാജനെ കൊന്നത് ആരാണെന്ന് അറിയില്ല, പക്ഷെ അത് റാണിയല്ല എന്നാണ്. അവരോട് പൊക്കോളാൻ പറയാണ്. ഇപ്പോൾ ഷീല പോകുമ്പോൾ ഓപ്പോസിറ്റ് ഒരാൾ വരുന്നുണ്ട്. അയാളുടെ പേരാണ് ലാൽജി. ഈ ലാൽജി ആരാണെന്ന് വെച്ചാൽ MLA ധർമ്മരാജന്റെ PA ആണ്, എപ്പോഴും കൂടെ തന്നെയുള്ള ഒരാൾ. അന്ന് ഈ ക്ഷേമ പദ്ധതികളൊക്കെ ഈ അമ്പലത്തിനടുത്ത് വെച്ച് ചെയ്യാനായിരുന്നു പ്ലാൻ ഉണ്ടായിരുന്നത്. എന്തുകൊണ്ടാണ് നിങ്ങൾ അത് വീട്ടിലേക്ക് മാറ്റിയത് എന്ന് പോലീസുകാർ ചോദിക്കുമ്പോൾ അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ, MLA ധർമ്മരാജ് ഈ ക്ഷേമ പദ്ധതികൾ ചെയ്യണമെന്നുള്ള പ്ലാൻ തന്നെ മറന്നുപോയിരുന്നു. അവസാന നിമിഷമാണ് ഈ ലാൽജി ഓർമ്മിപ്പിച്ചത്. എനിക്ക് വല്ലാത്ത ക്ഷീണമുണ്ട്, തലവേദനിക്കുന്നുണ്ട്, അതുകൊണ്ട് പ്ലാനൊക്കെ വീട്ടിലേക്ക് മാറ്റിക്കോ എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ വീട്ടിലേക്ക് മാറ്റിയത്. അതുമാത്രമല്ല, MLA ധർമ്മരാജ് മരിക്കുന്നതിന് മുൻപ് ഒരു വലിയ സംഭവം ചെയ്തിട്ടുണ്ട്. അതെന്താണെന്ന് ഇപ്പൊ നമ്മളോട് പറയാൻ തുടങ്ങാണ്. ഈ MLA ധർമ്മരാജ് സർക്കാരിന്റെ ഉടമസ്ഥയിലുള്ള സ്ഥലം ഒരു കമ്പനിക്ക് വിറ്റിട്ടുണ്ടായിരുന്നു. ആ കമ്പനി പകുതി പണം കൊടുത്ത് വാങ്ങി ബാക്കി തുക രജിസ്ട്രേഷൻ കഴിഞ്ഞതിന് ശേഷം തരാമെന്ന് പറഞ്ഞിരുന്നു. അതിനുശേഷമാണ് ആ കമ്പനിക്ക് അറിയാൻ കഴിയുന്നത് അത് ഗവൺമെന്റിന്റെ സ്ഥലമാണെന്നും ഗവൺമെന്റിന്റെ പെർമിഷൻ ഇല്ലാതെ ഒന്നും ചെയ്യാൻ കഴിയില്ലെന്നും. എന്നാൽ ധർമ്മരാജ് ബാക്കി തുക വാങ്ങാനായി വന്നിരിക്കുകയാണ്. പക്ഷേ ഈ കമ്പനിക്കാർ, ഞങ്ങൾ നിയമപരമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ്, ഞങ്ങളുടെ പണം എങ്ങനെ നിങ്ങളുടെ അടുത്ത് നിന്ന് തിരിച്ചു വാങ്ങണമെന്ന് എനിക്കറിയാം, ഈ സ്ഥലം വെച്ച് നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല, എനിക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല, ഇത് ഗവൺമെന്റിന്റെ ഓർഡറാണ് എന്നൊക്കെ പറയാണ്. എന്നാൽ ധർമ്മരാജ്, എനിക്ക് തരാനുള്ളത് താ, ഞാൻ സൈലന്റ് ആയി പൊക്കോളാം, അല്ലെങ്കിൽ ഇവിടെ നടക്കുന്നത് വേറെ ആയിരിക്കും എന്ന് പറയാണ്. നിങ്ങളുടെ ഭീഷണികൾക്കൊന്നും ഞങ്ങൾ ഭയക്കില്ല എന്ന് ആ കമ്പനിക്കാരും സ്ട്രോങ് ആയി നിൽക്കുകയാണ്. പക്ഷെ ധർമ്മരാജ് തോക്ക് കാണിച്ച് ഭീഷണിപ്പെടുത്തി, ഇനി 24 മണിക്കൂറിനുള്ളിൽ എനിക്ക് കിട്ടേണ്ട എമൗണ്ട് വന്നില്ലെങ്കിൽ നീ ജീവനോടെ ഉണ്ടാവില്ല എന്ന് പറയുന്നു. പേടിച്ചു പോയ ആ കമ്പനിക്കാർ 3 കോടി രൂപ കൊണ്ടുപോയി ധർമ്മരാജന് കൊടുത്തിട്ടുണ്ട്. റാണിയുടെ പേരിൽ എന്തെങ്കിലും റെക്കോർഡ്സ് ഉണ്ടോ എന്ന് പോലീസിന്റെ റെക്കോർഡ്സ് പരിശോധിക്കുമ്പോൾ റാണിയുടെ പേരിൽ ഒരാൾ മോഷണ കുറ്റം നൽകിയിട്ടുണ്ടായിരുന്നു. പക്ഷെ കൊടുത്തവർ തന്നെ അത് പിൻവലിച്ചിട്ടുണ്ട്. അത് ആരാണെന്ന് നോക്കുമ്പോൾ മഹേശ്വരി എന്നൊരു സ്ത്രീയാണ്. ഇവർ ഈ MLA ധർമ്മരാജന്റെ ക്ലോസ് റിലേറ്റീവ് ആണ്. അവരെ വിളിച്ച് എന്താണ് നടന്നതെന്ന് ചോദിക്കുമ്പോൾ യഥാർത്ഥത്തിൽ മഹേശ്വരിയുടെ വീട്ടിലും ഈ റാണി എന്ന വേലക്കാരി ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു. അവരുടെ വീട്ടിൽ നിന്ന് 500 വർഷം പഴക്കമുള്ള തിരുവാഭരണം ദുരൂഹമായ സാഹചര്യത്തിൽ കാണാതായിട്ടുണ്ട്. അത് മോഷ്ടിച്ചു കൊണ്ടുപോയത് തീർച്ചയായിട്ടും റാണി ആയിരിക്കും എന്ന് പറഞ്ഞ് വീട്ടിലെല്ലാവരും സംശയിക്കാൻ തുടങ്ങുന്നു. പക്ഷേ ഇത് വലിയ രീതിയിൽ പുറത്ത് പറയാനും പറ്റില്ല. കാരണം 500 വർഷം പഴക്കമുള്ള ആഭരണമാണ്. ഇത് പുറത്തറിഞ്ഞാൽ ഗവൺമെന്റ് വഴി ഒത്തിരി പ്രൊസീജിയറുകൾ, ഫോർമാലിറ്റികൾ എന്നിങ്ങനെ പ്രശ്നങ്ങളാവുമെന്ന് കരുതി പുറത്തറിയാതെ തന്നെ പോലീസുകാരെ വെച്ച് അന്വേഷണം തുടങ്ങിയിരുന്നു. അത് കിട്ടിയോ ഇല്ലയോ എന്ന് പറയുന്നതിന് മുമ്പ് എങ്ങനെയാണ് നമ്മുടെ റാണി ഈ വീട്ടിലേക്ക് വന്നത്, റാണിയുടെ ക്യാരക്ടർ എന്താണെന്ന് മഹേശ്വരി പറയാൻ തുടങ്ങുന്നു. ഇവരുടെ വീട്ടു ജോലിക്ക് ആളെ വേണമെന്ന് ചോദിച്ചുകൊണ്ടാണ് റാണി വരുന്നത്. ഓൾറെഡി ഇവരുടെ വീട്ടിലൊരു മുത്തശ്ശിയുണ്ട്. വന്ന ഉടനെ ആ മുത്തശ്ശിയോട് വളരെ ജോളിയായി സംസാരിച്ച് നമ്മുടെ റാണി കൂട്ടാവുകയാണ്. യഥാർത്ഥത്തിൽ ഈ വീട്ടിൽ ഒരു മെഷീനുകളും ഉണ്ടായിരുന്നില്ല. എല്ലാം കൈകൊണ്ട് തന്നെ ചെയ്യുന്നത് പോലെയാണ്. മാവാട്ടുന്നതായാലും തുണി അലക്കുന്നതായാലും പിന്നെ ചെറിയ ചെറിയ സാധനങ്ങൾ അരയ്ക്കുന്നതായാലും എല്ലാം കൈകൊണ്ട് തന്നെ ചെയ്യണം. ഒന്നിനും മടി കാണിക്കാത്ത റാണി അത്രയും മനോഹരമായിട്ടാണ് ആ വീട്ടിൽ ജോലി ചെയ്തിരുന്നത്. എല്ലാവരുടെ അടുത്ത് നിന്ന് നല്ലൊരു പേര് വാങ്ങിയെടുത്തു. അത് മാത്രമല്ല, ഈ വീട്ടിലൊരു ഫംഗ്ഷൻ വരുമ്പോൾ ആ ഫംഗ്ഷനിൽ എത്ര പേര് വന്നാലും എല്ലാവർക്കും സൂപ്പറായി ഭക്ഷണം പാചകം ചെയ്ത് കൊടുക്കുമായിരുന്നു. ആ ടേസ്റ്റ് എല്ലാവർക്കും ഭയങ്കരമായി ഇഷ്ടപ്പെട്ടിരുന്നു. ഇവരുടെ വീട്ടിൽ ഒരു വിശ്വസ്തയായ ആളായിട്ടാണ് റാണി ജോലി ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ഒരു ദിവസം നോക്കുമ്പോൾ ഈ മുത്തശ്ശി ആ വീട്ടിൽ നിന്നും പറഞ്ഞുവിടാണ്. മുത്തശ്ശിക്ക് വളരെ പ്രായമായതുകൊണ്ട് പറഞ്ഞുവിട്ടതാണ്. ഒരു ദിവസം നിന്നെയും പറഞ്ഞുവിടും എന്ന് പറഞ്ഞിട്ടാണ് ആ മുത്തശ്ശി അവിടെ നിന്ന് പോകുന്നത്. അതിനുശേഷമാണ് ഈ വീട്ടിലുള്ള തിരുവാഭരണം കാണാതാവുന്നത്. അതിന് കാരണം റാണിയാണെന്ന് എല്ലാവരും സംശയിക്കുന്നു. യഥാർത്ഥത്തിൽ മഹേശ്വരിയുടെ അച്ഛൻ ജീവിച്ചിരിക്കുന്നത് വരെ അദ്ദേഹമാണ് അത് കൈകാര്യം ചെയ്തിരുന്നത്. അത് സേഫ് ആയിരുന്നു. എപ്പോഴാണോ മഹേശ്വരിയുടെ അച്ഛൻ മരിച്ചത്, അതിനുശേഷം അതിന്റെ ഉത്തരവാദിത്തം മുഴുവൻ റാണി ഏൽപ്പിച്ചിരുന്നു. അതുകൊണ്ട് റാണിയാണ് ഇത് മോഷ്ടിച്ചിട്ടുണ്ടാവുക എന്ന് പറഞ്ഞ് എല്ലാവരും ടെൻഷനാവാണ്. നോക്കുമ്പോൾ റാണി ഈ മുത്തശ്ശിയെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നു. ഈ മുത്തശ്ശിയാണ് യഥാർത്ഥത്തിൽ ഈ തിരുവാഭരണമൊക്കെ എടുത്തുകൊണ്ട് പോയിരുന്നത്. യഥാർത്ഥത്തിൽ ആ തിരുവാഭരണത്തിന് കേടുപാടുകൾ സംഭവിച്ചിരുന്നു. അത് ശരിയാക്കാം എന്ന് കരുതിയാണ് എടുത്തുകൊണ്ട് പോയത്. ഇതിന് റാണിയും കൂട്ടുനിന്നിരുന്നു. ഇത് പറഞ്ഞിട്ട് എടുത്തുകൊണ്ട് പോവായിരുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ, പറഞ്ഞിരുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സമ്മതിക്കില്ലായിരുന്നു, അതുകൊണ്ടാണ് വേഗം വരാമെന്ന് വിചാരിച്ചത്, പക്ഷെ വൈകിപ്പോയി എന്നവർ പറയാണ്. അതിനുശേഷം അവർ വാർണിംഗ് കൊടുത്തു വിട്ടു. അങ്ങനെ ആദ്യം ഈ കുട്ടിയുടെ പേരിൽ മോഷണക്കുറ്റം കൊടുത്തിട്ട് പിന്നീട് ആ പരാതി പിൻവലിച്ചു. ഇതാണ് അതിനുള്ള കാരണം. പിന്നെ ഈ ഏരിയയിലുള്ള ഒരു ചായക്കടയിലാണ് നമ്മുടെ റാണി പോകാറുള്ളത്. ഈ ചായക്കടക്കാരനോട് അന്വേഷിക്കുമ്പോൾ റാണി വളരെ നല്ല കുട്ടിയാണെന്ന് പറഞ്ഞ് റാണിയെ സ്വന്തം മകളെ പോലെയാണ് കാണുന്നത് എന്നൊക്കെ അയാൾ കള്ളം പറയാണ്. പക്ഷെ അയാൾ ഒരു തെറ്റായ കണ്ണോടുകൂടിയാണ് അവളെ കണ്ടിരുന്നത്. അത് മാത്രമല്ല, റാണി ഈ ചായക്കടക്കാരന്റെ ഹോട്ടലിൽ നിന്നാണ് ഭക്ഷണമൊക്കെ വാങ്ങിയിരുന്നത് എന്ന് പറയുന്നു. ഇത് വെച്ച് നോക്കുമ്പോൾ റാണി പാചകം ചെയ്യാറൊന്നുമില്ല. എല്ലാവർക്കും എത്ര വേണമെന്ന് നോക്കി ഈ കടയിൽ നിന്ന് വാങ്ങിയിട്ടാണ് പോകുന്നത് എന്ന് മനസ്സിലാകുന്നു. ധർമ്മരാജന്റെ വീട്ടിൽ പരിശോധന നടത്തുമ്പോൾ പോലീസുകാർക്ക് ഒരു ഫോൺ ലഭിച്ചിട്ടുണ്ട്. ആ ഫോൺ ഓൺ ചെയ്ത് നോക്കുമ്പോൾ അത് ഈ ഉത്സവത്തിൽ അനൗൺസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളുണ്ടായിരുന്നില്ലേ, അയാളുടെ ഫോണാണത്. ആ ഫോണിൽ നിറയെ റാണിയുടെ ഫോട്ടോസും വീഡിയോസും ആയിരുന്നു.
ഇയാളെ പിടിച്ചുകൊണ്ട് വന്ന് ചോദ്യം ചെയ്തപ്പോൾ എനിക്കും റാണിക്കും തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്ന് അയാൾ പറയുന്നു. പിന്നെ എങ്ങനെയാണ് നിന്റെ ഫോണിൽ ഫോട്ടോസും വീഡിയോസും ഒക്കെ വന്നത് എന്ന് ചോദിക്കുമ്പോൾ അപ്പോഴാണ് അയാൾ പറയുന്നത് ഇയാൾക്ക് റാണിയോട് താല്പര്യം ഉണ്ടായിരുന്നു എന്ന്. റാണി ഈ ഹോട്ടലിൽ നിന്നാണ് ഭക്ഷണമൊക്കെ വാങ്ങി പോകുന്നത് എന്നൊക്കെ രഹസ്യമായി വീഡിയോ എടുത്തു വെച്ചിരുന്നു. ഇത് കാണിച്ച് ഇവളെ തന്റെ ഭാഗത്തേക്കാക്കാം എന്ന് കരുതിയിട്ടാണ് ഞാൻ ഇതെല്ലാം ചെയ്തത്. എന്നാൽ റാണിക്ക് ശരിക്കും ഈ ജേർണലിസ്റ്റ് അഭയോടായിരുന്നു താല്പര്യം ഉണ്ടായിരുന്നത്. എന്നാൽ ഞാൻ വിടാതെ അവളെ ഫോളോ ചെയ്ത് MLA ധർമ്മരാജന്റെ വീട്ടിലേക്ക് കയറി. അപ്പോഴാണ് അവിടെ ഞാനൊരു കാര്യം കണ്ടത്. ആരോ ഒരുത്തൻ സൂട്ട് കേസ് എടുത്ത് പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നു. അവൻ ക്യാപ്പ് വെച്ചിട്ടുണ്ടായിരുന്നു. അവൻ ആരാണെന്നോ എന്താണെന്നോ എനിക്കറിയില്ല. പക്ഷേ ഞാൻ ആ MLA ധർമ്മരാജനെ കൊന്നിട്ടില്ല, എനിക്കും ഇതിനും യാതൊരു ബന്ധവുമില്ല എന്നൊക്കെ ഈ സ്പീക്കർ പറയാണ്. അടുത്തതായി MLA ധർമ്മരാജന്റെ ഭാര്യ ഇൻട്രോഗേഷൻ റൂമിലേക്ക് കൊണ്ടുവന്ന് ചോദ്യം ചെയ്യാണ്. MLA ധർമ്മരാജ് മരിക്കുന്നതിന് മുൻപ് വീട്ടിലൊരു പ്രശ്നം നടന്നിട്ടുണ്ട്. അതെന്താണ് പ്രശ്നം എന്ന് വെച്ചാൽ ഭാര്യയുടെ അനിയനും ഈ ധർമ്മരാജും തമ്മിലായിരുന്നു. ഈ MLAയുടെ അളിയൻ വിനയനില്ലേ, അവൻ പാർട്ടി ഫണ്ടിൽ നിന്ന് പണം എടുത്തിരുന്നു. PA വന്നിട്ട് എന്തിനാ പാർട്ടി ഫണ്ടിൽ നിന്നൊക്കെ കാശെടുക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ വിനയൻ എന്തിന്ന് എടുത്തപ്പോ എന്താ, എന്റെ അച്ഛന്റെ സ്വത്തുകൊണ്ടല്ലേ MLAയും ഇത്രയും വലിയ ആളായത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കറക്റ്റായി MLA ധർമ്മരാജ് വരാണ്. അയാൾക്കത് തീരെ പിടിച്ചില്ല. എന്ത്, നിന്റെ ചേച്ചിയെ കല്യാണം കഴിച്ചുകൊണ്ട് നിന്റെ അച്ഛൻ തന്ന കാശ് വെച്ചിട്ടാണോ ഞാൻ ഇത്രയും വലിയ ആളായത്? ശരി, നീ കഴിക്കുക പറഞ്ഞിട്ട് പാത്രം നിറയെ ചോറിടുന്നു, നിറയെ കറി ഒഴിക്കുന്നുണ്ട്. ഇതാ കഴിക്കുക പറഞ്ഞിട്ട് മദ്യമൊക്കെ വെച്ചു കൊടുക്കുകയാണ്. ഇതായിരിക്കും ഈ വീട്ടിൽ നിന്ന് നീ കഴിക്കുന്ന അവസാനത്തെ ഭക്ഷണം എന്ന് ഭീഷണിപ്പെടുത്തി അവിടെ നിന്നും അവനെ ഓടിച്ചുവിടാണ്. ഇത് വിനയന് വലിയ അപമാനമായി പോയി. എല്ലാവരുടെയും മുന്നിൽ വെച്ച് അപമാനിച്ചല്ലോ എന്ന് ഓർത്തിട്ടാണ് അവൻ ഡ്രൈവ് ചെയ്യുമ്പോൾ ഭയങ്കര ദേഷ്യത്തിൽ ഈ MLA തീർത്തേക്കണം എന്ന വാശിയിൽ ഡ്രൈവ് ചെയ്തത്. അപ്പോഴാണ് ആക്സിഡന്റ് ആയി ഈ വിനയൻ താഴേക്ക് വീണത്. ഇപ്പൊ പോലീസുകാർ മറ്റൊരു കാര്യം കണ്ടുപിടിച്ചിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഈ ഉത്സവത്തിൽ MLA ധർമ്മരാജ് സംസാരിക്കാൻ വന്നില്ലേ, ആ സ്റ്റേജിനടിയിൽ ബോംബ് വെച്ചിട്ടുണ്ടായിരുന്നു. അവിടെ വെച്ച് തന്നെ ധർമ്മരാജിനെ തീർക്കാനായിരുന്നു കില്ലറുടെ പ്ലാൻ. അവിടെ എന്തോ മിസ്റ്റേക്ക് സംഭവിച്ചാൽ അത് പൊട്ടിയില്ല. ഇപ്പോൾ ആ ബോംബ് പിടിച്ചെടുത്തിട്ടുണ്ട്. അതിന് പിന്നിലുള്ള രഹസ്യം എന്താണെന്ന് പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ കട്ട് ചെയ്താൽ നമ്മുടെ ഭാഷയുണ്ടല്ലോ, ഇയാൾ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ അഭയ് എന്ന് പറയുന്ന ജേർണലിസ്റ്റിനെ കൂട്ടിക്കൊണ്ടുവന്ന് അയാളുടെ ഭാഗത്തു നിന്നുള്ള കഥ കേൾക്കാൻ തുടങ്ങാണ്. കാരണം അവരുടെ വീട്ടിലും നമ്മുടെ റാണി ജോലി ചെയ്തിരുന്നു. അയാൾ എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ അഭയ്ക്കും അഭയുടെ ഭാര്യ നിമ്മിക്കും തമ്മിൽ വലിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു. രണ്ടുപേരും ജോലിക്ക് പോകുന്നവരാണ്. വീട്ടിൽ മോള് മാത്രം തനിച്ചാണ് എന്ന് കരുതി റാണി ഏൽപ്പിച്ചിരിക്കുകയായിരുന്നു. റാണി ധർമ്മരാജന്റെ വീട്ടിലേക്ക് അന്ന് രാത്രി ഈ കുട്ടിയെയും കൂട്ടിക്കൊണ്ടുവന്നിരുന്നു. അപ്പോൾ അവിടെ വെച്ചിട്ടാണ് ആ സംഭവം നടക്കുന്നത്. ഇപ്പോൾ അഭയ്, നിമ്മി എന്നിവരുടെ വീട്ടിലേക്ക് എങ്ങനെയാണ് റാണി വന്നതെന്ന് ചോദിക്കുമ്പോൾ ഇവരുടെ വീട്ടിലേക്ക് ഒരു ജോലിക്കാരിയെ ആവശ്യമുണ്ടായിരുന്നു. അങ്ങനെയാണ് റാണി അവരുടെ വീട്ടിലേക്ക് വന്നത്. യഥാർത്ഥത്തിൽ റാണി ഇവരുടെ വീട്ടിലേക്ക് വരുന്നത് വരെ നിമ്മിയും അഭയും ഒട്ടും ഒത്തുപോയിരുന്നില്ല. അതുകൊണ്ട് തന്നെ കുഞ്ഞിനെ നോക്കാനും പറ്റിയിരുന്നില്ല. രണ്ടുപേരും എലിയും പൂജയായിട്ടാണ് കഴിഞ്ഞിരുന്നത്. റാണി വന്നതിന് ശേഷമാണ് ഇവരുടെ വീട് തന്നെ നോർമൽ ആവുന്നത്. ആദ്യ ദിവസം റാണി വരുമ്പോൾ തന്നെ ഇവരുടെ കുട്ടി താഴെ വീണ് തലയ്ക്ക് പരിക്കേറ്റ് രക്തം വരുന്നുണ്ടായിരുന്നു. അഭയ് ഭയന്ന് കുട്ടി എടുത്തുകൊണ്ട് വരുമ്പോൾ ഉടൻ റാണി ഹെൽപ്പ് ചെയ്യുകയും അഭയും റാണിയും ചേർന്നിട്ടാണ് കുട്ടിയെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തത് എന്നും മനസ്സിലാവുന്നു. അതിനുശേഷം അഭയ്ക്കും നിമ്മിക്കും ഇടയിൽ പ്രശ്നങ്ങളുണ്ടെന്ന് റാണി മനസ്സിലാക്കുകയും ആ കുട്ടിയെ വളരെ നന്നായി നോക്കുകയും ചെയ്തു. വീടൊക്കെ ക്ലീൻ ചെയ്ത് ഇവർ രണ്ടുപേർക്കിടയിൽ പ്രശ്നങ്ങളൊന്നും വരാത്ത രീതിയിൽ നോക്കിയിരുന്നു. രണ്ടുപേർക്കിടയിലുമുള്ള പ്രശ്നങ്ങൾ തീർന്ന് സ്നേഹം വന്ന് അവരൊരു നല്ല കുടുംബമായി മാറിയിരുന്നു. അതിന് കാരണം റാണി തന്നെയാണെന്ന് നിമ്മി ഇപ്പൊ പറയാണ്. അവിടെ കട്ട് ചെയ്താൽ പോലീസുകാരുടെ ഇൻവെസ്റ്റിഗേഷന്റെ ഒരു ഭാഗമായി MLA ധർമ്മരാജന്റെ വീടിനടുത്ത് സംശയാസ്പദമായ രീതിയിൽ ചില ആളുകളെയും ഒരു വാഹനത്തെയും നോട്ട് ചെയ്യാണ്. ആ വാഹനത്തിന്റെ നമ്പർ നോക്കുമ്പോൾ അത് തമിഴ്നാട് രജിസ്ട്രേഷൻ നമ്പറാണ്. തമിഴ്നാട് പോലീസിനെ വിളിച്ചപ്പോൾ അത് മധുര രജിസ്ട്രേഷൻ നമ്പറാണെന്നും അതൊരു മോഷ്ടിക്കപ്പെട്ട വണ്ടിയാണെന്നും അവർ പറയാണ്. ഇപ്പോൾ ഭാഷി എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ MLA ധർമ്മരാജന്റെ റൂം എനിക്കൊന്ന് പരിശോധിക്കണം എന്ന് പറയുന്നു. ഉടൻ ഷീല സമ്മതിക്കുന്നുണ്ട്. അകത്ത് പോയി എല്ലാം പരിശോധിക്കാൻ തുടങ്ങുകയാണ്. അതേസമയം ഷീല എഴുതി വെച്ച ആ ബയോഗ്രഫി ബുക്ക് ഉണ്ടല്ലോ, അതും കംപ്ലീറ്റ് ആയി വായിക്കാൻ തുടങ്ങുന്നു. ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റിനെയും പോലീസുകാരെയും വിളിച്ച് ഈ റൂമിൽ നിന്ന് എന്തെങ്കിലും തെളിവ് കിട്ടുമോ എന്ന് നോക്കാൻ പറഞ്ഞ് ആ റൂം കംപ്ലീറ്റ് ആയി പരിശോധിക്കാൻ തുടങ്ങുന്നു. മറുവശത്ത് പോലീസുകാർ ആ വണ്ടി ട്രാക്ക് ചെയ്ത് ആ വണ്ടിയിൽ വന്ന സംഘം ഒരു ലോഡ്ജിലാണ് താമസിക്കുന്നത് എന്ന് കണ്ടുപിടിക്കുന്നു. കേരള പോലീസ് അവരെ കൈയോടെ പിടിക്കാൻ പോവാണ്. തമിഴ്നാട് പോലീസ് പറയുന്നത് അവരെന്തും ചെയ്യാൻ മടിക്കാത്തവരാണ്, കുറച്ച് ശ്രദ്ധിക്കണം സർ എന്നാണ്. എന്നാൽ അതൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് ഉടനെ അറസ്റ്റ് ചെയ്യാനായി പോവാണ്. അവർ പെട്ടെന്ന് ട്യൂബ് ലൈറ്റ് വെച്ച് അടിച്ചും കുത്തിയും രക്ഷപ്പെടാൻ നോക്കുകയാണ്. പക്ഷെ ഒരാളെ ഷൂട്ട് ചെയ്ത് ആ ഗ്രൂപ്പിനെ മുഴുവൻ പോലീസുകാർ അറസ്റ്റ് ചെയ്യുന്നു. അവരെ സ്റ്റേഷനിൽ കൊണ്ടുപോയി നന്നായി പെരുമാറാണ്. അപ്പോഴാണ് അവരുടെ ഭാഗത്തെ കഥ എന്താണെന്ന് മനസ്സിലാക്കുന്നത്. ഈ ഗ്രൂപ്പിന്റെ തലവനാണ് ചാൾസ്. ചാൾസിന്റെ ഗേൾഫ്രണ്ടിന്റെ പേരാണ് ജെനി. യഥാർത്ഥത്തിൽ ഇവർ കൊലയാളികളൊന്നുമല്ല. ഈ MLA ധർമ്മരാജില്ലേ, അയാൾ ഈ 3 കോടി രൂപ ചാൾസിനെ ഏൽപ്പിച്ച് ഒളിപ്പിച്ചു വെക്കാൻ പറഞ്ഞിരുന്നു. അന്ന് രാത്രി ഇവനാണ് ആ സ്യൂട്ട് കേസിൽ പണം ധർമ്മരാജിൽ നിന്ന് വാങ്ങിക്കൊണ്ട് വന്നത്. ഇതിലൊരു ട്വിസ്റ്റ് നടക്കുന്നുണ്ട്. ഈ ധർമ്മരാജ് മരിച്ചുപോയി. ഈ പണത്തിന്റെ കാര്യം ധർമ്മരാജനും ചാൾസിനും മാത്രമേ അറിയൂ. ധർമ്മരാജ് മരിച്ചത് കൊണ്ട് ഈ കാശ് വെച്ച് നമുക്ക് സെറ്റിൽ ആകാം എന്ന് പറഞ്ഞ് ജെനിയോടൊപ്പം ചേർന്ന് ചാൾസ് പ്ലാൻ ചെയ്തിരുന്നു.
അപ്പോഴാണ് വൈൻ ഷോപ്പിൽ നടന്ന ഒരു വഴക്കും ഇവർ വന്ന വാഹനം CCTV-യിൽ പതിഞ്ഞതും വഴി അവർ പോലീസിന്റെ പിടിയിലായത്. ശരി, ഇവർക്കിടയിൽ ഈ പണത്തിന്റെ ഇടപാട് മാത്രമാണുള്ളത്, ഇവർ ധർമ്മരാജിനെ കൊന്നിട്ടുണ്ടാവില്ല എന്ന് കരുതുമ്പോഴാണ് പോലീസിന് മറ്റൊരു ടെസ്റ്റ് കിട്ടുന്നത്. ആ സ്യൂട്ട് കേസിനകത്ത് MLA ധർമ്മരാജിനെ കൊല്ലാൻ ഉപയോഗിച്ച ആ മർഡർ വെപ്പൺ കൂടിയുണ്ട്. അപ്പോൾ ഇവരാണ് പണത്തിന് വേണ്ടി MLA ധർമ്മരാജിനെ കൊന്നതെന്ന് കേസ് ക്ലോസ് ചെയ്ത് മീഡിയയോടും പറയുന്നു. നമ്മുടെ ഭാഷിയുണ്ടല്ലോ, അയാളെയും കേസ് ക്ലോസ് ആയി എന്ന് പറഞ്ഞയക്കുന്നു. എന്നാൽ ഭാഷി ഈ ധർമ്മരാജിന്റെ ബയോഗ്രഫി മുഴുവനായും വായിച്ചിട്ടുണ്ട്. എന്തോ ഒന്ന് തെറ്റായി തോന്നുന്നുണ്ട്, എന്തോ ഒന്ന് നമ്മൾ മിസ് ചെയ്തിട്ടുണ്ടെന്ന് അയാൾക്ക് ഫീൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. മറുവശത്ത് MLA-യുടെ അളിയൻ ജീവനോടെ തിരികെ വരികയാണ്. എനിക്കറിയാവുന്ന എല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ഇതിനു മുകളിൽ എന്നോടൊന്നും ചോദിക്കരുത് എന്ന മട്ടിൽ അവനൊരു വശത്ത് പറയുന്നുണ്ട്. ഈ റാണി എന്തിനാണ് 3 വീടുകളിൽ പോയി ജോലി ചെയ്യുന്നത്? MLA ധർമ്മരാജിന്റെ വീട്ടിൽ തന്നെ എല്ലാ സൗകര്യങ്ങളും കിട്ടുമ്പോൾ അവിടെ മാത്രം ജോലി ചെയ്താൽ പോരെ? എന്തിനാണ് കഷ്ടപ്പെട്ട് ആ 2 വീടുകളിൽ കൂടി ജോലി ചെയ്യുന്നത് എന്ന് നമ്മുടെ ഭാഷയ്ക്ക് സംശയം വരുന്നു. അതുകൊണ്ട് ആദ്യം മഹേശ്വരിയുടെ വീട്ടിൽ പോയിട്ട് റാണിയുടെ സ്വഭാവം എന്താണ് എന്നൊക്കെ അന്വേഷിക്കുന്നു. ആ വീട്ടിലുള്ള മുത്തശ്ശിയും വളരെ നല്ല രീതിയിൽ പറയുന്നുണ്ട്. മഹേശ്വരിയും റാണിയെക്കുറിച്ച് നല്ലത് മാത്രമേ പറയുന്നുള്ളൂ. അതിനുശേഷം ഇയാൾ ആ വീട്ടിൽ നിന്ന് തന്നെ ഭക്ഷണം കഴിച്ച് അവിടെയുള്ള കുളത്തിന്റെ അരികിൽ കിടക്കുകയാണ്. അപ്പോൾ സ്വപ്നത്തിലൊരു കാര്യം അയാൾക്ക് മനസ്സിലാവുന്നു. ഈ വീട്ടിൽ മഹേശ്വരിയുടെ അച്ഛൻ ഉണ്ടായിരുന്നില്ലേ, അയാൾ അടുത്തിടെയാണ് മരിച്ചത്. അയാൾ എങ്ങനെ മരിച്ചു എന്ന് വെച്ചാൽ അവിടെയുള്ള കുളത്തിൽ വീണാണ് മരിച്ചത്. അതൊരു സാധാരണ അപകടമല്ല. തീർച്ചയായിട്ടും ഈ MLA ധർമ്മരാജ് തന്നെയാവും മഹേശ്വരിയുടെ അച്ഛനെ കൊന്നത് എന്ന് ഭാഷയ്ക്ക് തോന്നുകയാണ്. കാരണം MLA കുറിച്ചുള്ള ചില കാര്യങ്ങൾ കംപ്ലൈന്റ് ചെയ്യും എന്നൊക്കെ അയാൾ പറഞ്ഞിരുന്നു. അതുകൊണ്ട് MLA കൊന്നതായിരിക്കാം എന്ന് ഭാഷയ്ക്ക് തോന്നുകയാണ്. ഈ റാണി എവിടെ നിന്നാണ് വന്നത് എന്ന് അന്വേഷിക്കുമ്പോൾ ഇവളൊരു ട്രൈബലാണെന്ന് അറിയാൻ കഴിയുന്നു. അതായത് ഈ കരിങ്കൽ ക്വാറിയുള്ള സ്ഥലത്തായിരുന്നു ഇവരുടെ ഗ്രാമം. അപ്പോൾ അവിടെ എന്തെങ്കിലും സംഭവം നടന്നിട്ടുണ്ടോ എന്ന് പോലീസ് റെക്കോർഡ് എടുത്ത് നോക്കുമ്പോൾ റാണിയുടെ സ്വന്തം നാട്ടിൽ ഒരു അപകടം നടന്നിട്ടുണ്ട്. അതെന്ത് അപകടമാണെന്ന് വെച്ചാൽ ഈ ക്വാറിയുടെ അടുത്ത് ഒരു സ്കൂൾ ഉണ്ടായിരുന്നു. ആ സ്കൂളിൽ കുറച്ച് വിദ്യാർത്ഥികളും ഒരു ടീച്ചറും ഉണ്ടായിരുന്നു. അവിടെ നടന്നൊരു ഫയർ ആക്സിഡന്റിൽ മൊത്തം കത്തിച്ചാമ്പലായി. കുട്ടികളുടെ മൃതദേഹങ്ങളൊക്കെ കിട്ടി. ചില കുട്ടികൾ എവിടെയാണെന്ന് അറിയില്ല. പ്രത്യേകിച്ച് ആ സ്കൂൾ നടത്തിയിരുന്ന ടീച്ചറുടെ മൃതദേഹവും കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല എന്നൊക്കെ പോലീസുകാർ പറഞ്ഞ് അതൊരു അപകടമാണെന്ന് തീർപ്പ് കൽപ്പിച്ച് ആ കേസ് ക്ലോസ് ചെയ്തിരുന്നു. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരാളോട് MLA ധർമ്മരാജ് നിങ്ങൾക്ക് എന്ത് സഹായം വേണമെങ്കിലും ചോദിച്ചോ, ഞാൻ ചെയ്തു തരാം എന്നൊക്കെ പറഞ്ഞിരുന്നു. അസിസ്റ്റന്റിനും MLA ധർമ്മരാജിന്റെ കൊലപാതക കേസിനും തമ്മിൽ എന്തെങ്കിലും ബന്ധം ഉണ്ടാവുമോ എന്ന് നമ്മുടെ ഭാഷ ചിന്തിക്കുകയാണ്. ഇപ്പോൾ നിമ്മി, അഭയ് ഇവർ 2 പേരോടും നിങ്ങൾക്ക് എങ്ങനെയാണ് റാണി അറിയാവുന്നത്, റാണി എങ്ങനെയാണ് ഈ വീട്ടിൽ ജോലിക്ക് നിർത്തിയത് എന്ന് ചോദിക്കുമ്പോൾ ഈ നിമ്മി ജോലി ചെയ്യുന്ന സ്ഥലത്താണ് റാണി ജോലി ചോദിച്ചു വന്നത്. ഇവരുടെ നിർദ്ദേശപ്രകാരമാണ് മഹേശ്വരിയുടെ വീട്ടിലും റാണി ജോലിക്ക് കയറിയത്. എല്ലാം പരസ്പരം കണക്ട് ആകുന്നത് പോലെ തോന്നുന്നുണ്ട്. അത് മാത്രമല്ല, നിമ്മിയുടെ കുട്ടി ഒരു പാട്ട് പാടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ പാട്ട് നിനക്ക് ആരാ പഠിപ്പിച്ചു തന്നത് എന്ന് ചോദിക്കുമ്പോൾ റാണി പഠിപ്പിച്ചു തന്നതാണ് എന്ന് ആ കുട്ടിയും പറയാണ്. ആ പാട്ട് നോക്കുമ്പോൾ ആദിവാസികൾ പാടുന്നൊരു പാട്ടാണ്. ഇതിനു മുകളിൽ ഇവിടെ അന്വേഷിക്കുന്നതിൽ അർത്ഥമില്ല. നേരെ ആ കുട്ടിയുടെ ഗ്രാമത്തിൽ പോയി തന്നെ അന്വേഷിക്കാമെന്ന് പറഞ്ഞ് ഇറങ്ങാണ്. ഞാനൊരു ജേർണലിസ്റ്റ് ആയതുകൊണ്ട് ഞാനും നിങ്ങളുടെ കൂടെ വരാമെന്ന് വിചാരിക്കുന്നു എന്ന് അഭയ് പറയുന്നുണ്ട്. നിങ്ങൾക്ക് ഓക്കെ അല്ലേ എന്ന് ചോദിക്കുന്നു. ഉടനെ ഭാഷി ഓക്കെ എന്ന് പറയുന്നുണ്ട്. ഇവർ 2 പേരും ചേർന്നാണ് നമ്മുടെ റാണിയെക്കുറിച്ച് അന്വേഷിക്കാനായി അവളുടെ നാട്ടിലേക്ക് പോകുന്നത്. അവിടെയുള്ളൊരു പള്ളിയിൽ പോയി ഫാദറിനോട് അന്വേഷിക്കുമ്പോൾ റാണി ജീവിച്ചിരുന്ന സ്ഥലത്തെക്കുറിച്ച് അയാൾ പറയാൻ തുടങ്ങുന്നു. അതൊരു കരിങ്കൽ ക്വാറിയാണ്. യഥാർത്ഥത്തിൽ അതൊരു സാധാരണ സ്ഥലം പോലെയായിരുന്നു. ആ സ്ഥലത്ത് ഈ കോർപ്പറേറ്റ് കമ്പനികളെല്ലാം വന്ന് അവിടെയുള്ളതെല്ലാം ചൂഷണം ചെയ്യാൻ തുടങ്ങി. അവിടെ ഒരു കുളമുണ്ട്. ആ കുളത്തിൽ നിന്നുള്ള വെള്ളം എടുത്തിട്ടാണ് അവിടുത്തെ ജനങ്ങൾ ജീവിച്ചിരുന്നത്. വെള്ളം എടുക്കാൻ ചെറിയ കുട്ടികളും വലിയവരും ഒക്കെ രാവും പകലും വ്യത്യാസമില്ലാതെ പോവുമായിരുന്നു. അപ്പോൾ അവിടെ നടക്കുന്ന അപകടങ്ങൾ കാരണം ഒത്തിരി പേര് മരിച്ചു പോവുമായിരുന്നു. ചിലർ അവിടെ നടക്കുന്ന ഇല്ലീഗൽ ആക്ടിവിറ്റി കാരണം മരിച്ചു പോവുമായിരുന്നു. ആ സമയത്താണ് ഈ ഗ്രാമത്തിലെ ജനങ്ങൾക്കിടയിലേക്ക് ഒരു ടീച്ചർ വരുന്നത്. വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യം എന്താണെന്ന് മനസ്സിലാക്കി കൊടുത്ത് അവിടെ ചെറിയൊരു സ്കൂൾ പണിത് എല്ലാവരെയും പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ജനങ്ങളെ സഹായിച്ചുകൊണ്ടിരുന്നു. ആ സമയത്ത് റാണി ഗർഭിണിയായിരുന്നു. അവിടെ യാതൊരു മെഡിക്കൽ സൗകര്യങ്ങളും ഉണ്ടായിരുന്നില്ല. ഈ നാട്ടിൽ വന്ന ടീച്ചറാണ് റാണിയുടെ പ്രസവം എടുത്ത് റാണിയുടെ ജീവനും ആ കുട്ടിയുടെ ജീവനും രക്ഷിച്ചത്. അതിനുശേഷം ഈ ടീച്ചർ തുടർന്നും അവിടെയുള്ള വിദ്യാർത്ഥികൾക്ക് ക്ലാസ് എടുക്കാൻ തുടങ്ങി. പെട്ടെന്ന് ഒരു ദിവസം വെട്ടിപ്പൊളിക്കുന്ന ശബ്ദം. ആ സ്ഥലം മുഴുവൻ കുലുങ്ങാൻ തുടങ്ങുന്നു. ഈ ക്വാറി ഇനി പ്രവർത്തിപ്പിക്കില്ല എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഇവർ പണി തുടങ്ങിയല്ലോ എന്ന് പറഞ്ഞ് ശരി, ഞാൻ ഈ MLA ധർമ്മരാജിനോട് സംസാരിക്കാമെന്ന് പറഞ്ഞ് അയാളെ വിളിച്ചു വരുത്തി എല്ലാം വിശദീകരിക്കുന്നു. ഇവിടെ 7-8 കരിങ്കൽ ക്വാറികളുണ്ട്. ഈ ക്വാറികൾ ഇനി ഉപയോഗിക്കില്ല എന്ന് നിങ്ങൾ പറഞ്ഞതാണ്. പക്ഷേ നിങ്ങൾ വീണ്ടും അത് ഉപയോഗിക്കാൻ തുടങ്ങി. ഇവിടെ ഒരുപാട് കുട്ടികളുണ്ട്. അവരൊക്കെ പഠിക്കുകയാണ്. എല്ലാവരുടെയും ജീവിത മാർഗത്തെ തന്നെ ഇത് ബാധിക്കുകയാണ്. അതുകൊണ്ട് ഇതൊന്നും നിർത്തണം. ഞാനിതൊരു റിക്വസ്റ്റായി നിങ്ങളുടെ മുമ്പിൽ വെക്കുകയാണ്. നിങ്ങൾ കേൾക്കുന്നില്ലെങ്കിൽ ഞാൻ ഗവൺമെന്റ് തലത്തിൽ പോരാട്ടം തുടങ്ങാൻ പോവുകയാണ് എന്നൊക്കെ ടീച്ചർ പറഞ്ഞിരുന്നു. ഈ കാര്യം MLA ധർമ്മരാജ് എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഈ ക്വാറിയുടെ ഉടമസ്ഥനോട് പോയി പറയുന്നു. നീ ഇലക്ഷനിൽ ജയിക്കാനുള്ള പണവും ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയുടെ വോട്ടും തരാം, നീ ഞങ്ങൾക്ക് അനുകൂലമായി നിൽക്കണം എന്ന് പറയാണ്.
ഞാനെല്ലാം നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് ഈ MLA ധർമ്മരാജ് എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ സ്കൂൾ അടിച്ചു തകർത്തു. അതേസമയം ആ സ്കൂളിന് തീയിട്ടിട്ട് ആ ടീച്ചറെയും ചുട്ടുകൊന്നിരുന്നു. അപ്പോൾ നമ്മുടെ റാണി അവിടെ തടയാനായി പോയിരുന്നു. ആ ബഹളത്തിനിടയിൽ റാണി അവിടെ നിന്ന് രക്ഷപ്പെട്ടു. റാണിക്ക് മാത്രമാണ് അവിടെ യഥാർത്ഥത്തിൽ എന്താണ് നടന്നതെന്ന് അറിയാവുന്നത്. പക്ഷേ ഈ MLA ധർമ്മരാജ് അതൊരു അപകടമാണെന്ന് വരുത്തി തീർത്ത് അവർക്കെന്തോ സഹായം നൽകാമെന്ന് പറഞ്ഞ് എല്ലാവരെയും പറ്റിച്ചു. ആ സ്ഥലം കാലിയാക്കിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ നമുക്ക് വ്യക്തമായി മനസ്സിലാവുന്നുണ്ട് അവിടെ നടന്ന സംഭവത്തിന് പ്രതികാരം ചെയ്യാൻ വേണ്ടിയിട്ടാണ് പക്ക പ്ലാൻ ചെയ്ത് റാണി ഈ സ്ഥലത്തേക്ക് വന്നതെന്ന്. പക്ഷെ റാണിക്ക് ഒറ്റയ്ക്ക് ഈ സംഭവം ചെയ്യാൻ കഴിയില്ല. തീർച്ചയായിട്ടും റാണിക്ക് സഹായികളുണ്ടെന്ന് ഭാഷിക്കും മനസ്സിലാവുന്നു. ഇതിൽ മറ്റൊരു ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ അഭയ് ഉണ്ടല്ലോ, അഭയ് നിമ്മി ദമ്പതികൾക്ക് ഒരു കുട്ടിയുണ്ടല്ലോ. ആ കുട്ടി അവരുടെ ബയോളജിക്കൽ ചൈൽഡ് അല്ല, നമ്മുടെ റാണിയുടെ കുട്ടിയാണത്. റാണി തന്നെയാണ് ആ കുട്ടിയെ അവർക്ക് നൽകി വളർത്താൻ ഏൽപ്പിച്ചത്. ഇത് നിങ്ങളുടെ കുട്ടിയായി തന്നെ വളരട്ടെ എന്ന് പറഞ്ഞ്. അതിനുശേഷം റാണി ഷീലയെ കണ്ട് അവരുടെ ഗ്രാമത്തിൽ നടന്ന എല്ലാ കാര്യങ്ങളും വിശദീകരിക്കുന്നു. തുടക്കത്തിൽ ഷീല അത് വിശ്വസിച്ചിരുന്നില്ല, കാരണം അനിയനോട് അത്രമാത്രം സ്നേഹം അവർക്കുണ്ടായിരുന്നു. അപ്പോഴാണ് ഷീല പ്രതീക്ഷിക്കാത്ത ഒരു ട്വിസ്റ്റ് നടക്കുന്നത്. നമ്മുടെ MLA ധർമ്മരാജല്ലേ, അയാളുടെ രാഷ്ട്രീയ വളർച്ചയ്ക്ക് വേണ്ടി ആ അമ്പലത്തിൽ സ്പീച്ച് കഴിഞ്ഞ് വന്നതിന് ശേഷം ആ സ്റ്റേജിലുള്ള ബോംബ് പൊട്ടണം. ആ ബോംബ് പൊട്ടുമ്പോൾ എൻ്റെ ചേച്ചി സ്റ്റേജിൽ ഉണ്ടാവണം. അവർ ആ ബോംബ് സ്ഫോടനത്തിൽ മരിക്കണം. അവർ മരിച്ചാൽ ആ സിമ്പതി വോട്ട് മുഴുവൻ എനിക്ക് കിട്ടും എന്ന് കരുതി തന്റെ രാഷ്ട്രീയ വളർച്ചയ്ക്ക് വേണ്ടി ഷീലയെ തന്നെ തീർത്ത് കളയാൻ പ്ലാൻ ചെയ്തിരുന്നു. യഥാർത്ഥത്തിൽ അയാൾ രാഷ്ട്രീയത്തിൽ ഈ നിലയിലെത്താൻ കാരണമായത് തന്നെ ഷീലയാണ്. എന്നെ തന്നെ കൊല്ലാൻ പ്ലാൻ ചെയ്തവൻ എത്ര ദുഷ്ടനായ അനിയനാണ് എന്ന് കരുതി ഷീല നമ്മുടെ റാണിക്ക് സപ്പോർട്ട് ചെയ്തു. മഹേശ്വരി ഉണ്ടല്ലോ, അവരും ഈ MLA ധർമ്മരാജ് കാരണം ബാധിക്കപ്പെട്ടിട്ടുള്ളതുകൊണ്ട് അവരും ഈ പ്ലാനിന്റെ ഭാഗമായി മാറി. യഥാർത്ഥത്തിൽ ഈ ചാൾസ് എന്ന് പറയുന്ന ഒരാളോട് ഈ 3 കോടി രൂപ കൊടുത്ത് ഈ സ്റ്റേജിൽ ബോംബ് വെക്കാനും മറ്റ് ഏർപ്പാടുകൾക്കും നീ നോക്കണം എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചിരുന്നു. അത് മഹേശ്വരിക്ക് അറിയാമായിരുന്നു. അത് മാത്രമല്ല, ഇപ്പോൾ എല്ലാവരും ഒത്തുചേർന്നാണ് നമ്മുടെ MLA ധർമ്മരാജിനെ തീർത്ത് കളഞ്ഞേക്കുന്നത്. കൊലപാതകത്തിന് ഉപയോഗിച്ച ആ മർഡർ വെപ്പൺ എങ്ങനെ ഒളിപ്പിക്കാമെന്ന് മഹേശ്വരി പക്ക പ്ലാൻ ഇട്ടിരുന്നു. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ചാൾസിനോട് രാത്രി വന്ന് പണം കളക്ട് ചെയ്യാൻ മെസ്സേജ് അയച്ചിട്ട് ആ പണമുള്ള ബോക്സിനകത്ത് ആ വെപ്പൺ കൂടി വെച്ച് അവനെ ഫ്രെയിം ചെയ്യാമെന്ന് നമ്മുടെ മഹേശ്വരി പ്ലാൻ ചെയ്തിരുന്നു. ഒടുവിൽ ഇവർ പോയി പോലീസുകാരോട് റാണി നല്ലവളാണെന്ന് പറഞ്ഞ് റാണിയെ പുറത്തിറക്കാനായിരുന്നു പ്ലാൻ. ഇപ്പോൾ നമ്മുടെ ഭാഷയെല്ലാം കണ്ടുപിടിച്ചു. ഇത് ഉന്നത ഉദ്യോഗസ്ഥന് റിപ്പോർട്ടായി സമർപ്പിക്കാമെന്ന് പറഞ്ഞു പോകുമ്പോൾ അവിടെയാണ് അടുത്ത ട്വിസ്റ്റ്. റാണി എങ്ങോട്ട് പോകും, അതുകൊണ്ട് അവളെ ഞാൻ വീട്ടുജോലിക്ക് നിർത്തിയെന്ന് അയാൾ പറയുന്നു. അയാൾ നിർത്തിയതല്ല, ആ പോലീസ് ഓഫീസറുടെ വീട്ടിലേക്ക് റാണി അങ്ങോട്ടേക്ക് വരികയായിരുന്നു എന്നപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്. യഥാർത്ഥത്തിൽ പണ്ട് ഈ MLA ധർമ്മരാജ് പിടിക്കപ്പെടാതിരിക്കാൻ ഈ ഉന്നത ഉദ്യോഗസ്ഥനും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആ സ്കൂൾ അപകടത്തിൽ തീ പിടിച്ച് ഒരുപാട് പേര് മരിച്ചില്ലേ. അടുത്തതായി ഈ ഉന്നത ഉദ്യോഗസ്ഥന് ഒരു പണി കാത്തിരിക്കുന്നുണ്ടെന്ന് ഭാഷിക്ക് മനസ്സിലാവുന്നു. അവിടെ വെച്ചിട്ടാണ് മറ്റൊരു ട്വിസ്റ്റ് കൂടി റിവീൽ ആവുന്നത്. യഥാർത്ഥത്തിൽ നമ്മുടെ റാണി ഈ MLA കൊന്നിട്ടില്ല. സത്യത്തിൽ ആ സ്ഥലത്ത് വന്ന് കൊന്നത് ആരാണെന്ന് വെച്ചാൽ ആ തീപിടുത്തത്തിൽ മരിച്ചുപോയെന്ന് കരുതിയ ആ ടീച്ചർ തന്നെയാണ്. ശരീരം കത്തിക്കരിഞ്ഞ അവരുടെ അവസ്ഥ വളരെ മോശമായിരുന്നു. എങ്കിലും അവർ ജീവനോടെ ഉണ്ടായിരുന്നു. അവരാണ് പ്രതികാരം ചെയ്യണമെന്ന് തീരുമാനിച്ച് ഈ MLA തീർത്ത് കളഞ്ഞത്. അങ്ങനെ ഇത്രയും വലിയൊരു സംഭവം ചെയ്ത് വളരെ നിസ്സാരമായി ഈ കേസിൽ പിടിക്കപ്പെടാതെ രക്ഷപ്പെട്ടിരിക്കുകയാണ്. അതുമാത്രമല്ല, ഈ സംഭവത്തിൽ ഉൾപ്പെട്ട എല്ലാവരും ഓരോരുത്തരായി ഇനി കാണാതാകുമെന്നും ഇതിൽ നിന്നും മനസ്സിലാവുന്നു. ഇതോടെ ഈ സിനിമ ഇവിടെ അവസാനിക്കുന്നു. സോ സിനിമ എങ്ങനെയുണ്ടായിരുന്നു? ഇഷ്ടപ്പെട്ടോ? സിനിമയെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് കൂടി തരാൻ മറക്കല്ലേ. സോ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരെ ബൈ.